അൻവറിന് പിന്തുണയുമായി UDF. ഫസ്റ്റ് റൗണ്ട് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ ആദ്യം. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണമില്ല. DIGയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി. നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്ന് അന്വേഷിക്കണം. DIGയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിൽ തൃപ്തരല്ലെന്ന് കുടുംബം. അപ്പീൽ പോകുമെന്ന് ഭാര്യ മഞ്ജുഷ. വന്നിരിക്കുന്ന ഹൈക്കോടതി കൃത്യമായിട്ട് പരിഗണിക്കാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ഉത്തരവ് വന്നത്. ഞങ്ങൾ അപ്പീലുമായിട്ട് മുമ്പോട്ട് പോകും. വനം വകുപ്പ് ഓഫീസ് ആക്രമണ കേസിൽ റിമാൻഡിലായ PV അൻവറിന് പിന്തുണയുമായി UDF. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിനെയും വിമർശിച്ചാൽ എന്തും ചെയ്യും എന്നുള്ളൊരു മെസ്സേജാണ്. പ്രക്ഷോഭം നടത്തുന്ന ഒരാളോട് എടുക്കേണ്ട സമീപനമല്ല ഈ കാര്യത്തിൽ ഉണ്ടായത്. ഇത്ര വൃത്തികെട്ട, ഇത്ര പ്രതികാര ഭ്രാന്തുള്ള ഒരു സർക്കാരിനെ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ഇന്നുവരെ കണ്ടിട്ടുണ്ടാവില്ല. CPMന്റേത് പ്രതികാര രാഷ്ട്രീയമെന്ന് VD സതീശൻ. പോലീസ് നടപടി പക്ഷപാതപരമെന്ന് കുഞ്ഞാലിക്കുട്ടി. പോലീസ് നടപടിയെ ന്യായീകരിച്ച് LDF. ഇത്തരം ചില തെറ്റായ രീതികൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ സഡൻ ആക്ഷൻ തന്നെയാണ് പ്രധാനം. അക്രമം അൻവറിന്റെ സാന്നിധ്യത്തിലും പ്രേരണയിലുമെന്ന് റിമാൻഡ് റിപ്പോർട്ട്. തടയാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരെ ചവിട്ടി വീഴ്ത്തി. ജോസ് കെ മാണിയുടെ മുന്നണി പ്രവേശന സാധ്യത തള്ളാതെ VD സതീശൻ. തക്ക സമയത്ത് ചർച്ച നടത്തി മുന്നണി വിപുലീകരിക്കും. അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ ഭിന്നാഭിപ്രായം. UDF ചർച്ച ചെയ്യുമെന്ന് കുഞ്ഞാലിക്കുട്ടി. ചർച്ച ഇപ്പോഴില്ലെന്ന് VD സതീശൻ. UDF ആ വിഷയം ചർച്ച ചെയ്യാനുള്ള സാധ്യത. അതിലേക്ക് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളോട് പറയുകയും ചെയ്യും. പെരിയ കേസിലെ പ്രതികൾക്ക് CPMന്റെ പരസ്യ പിന്തുണ. ഒന്നാം പ്രതി പീതാംബരന്റെ വീട്ടിലെത്തി പിന്തുണയറിയിച്ച് ജില്ലാ സെക്രട്ടറിയും മുൻ MLAയും. കണ്ണൂർ ജയിലിലെ P. ജയരാജൻ പ്രതികളെ സന്ദർശിച്ചതിനെ ന്യായീകരിച്ച് EP ജയരാജൻ. ഉപദേശക സമിതി അംഗത്തിന് എപ്പോഴും ജയിലിൽ പോകാനും കാര്യങ്ങൾ അന്വേഷിക്കാനും അവകാശമുണ്ട്. അതിലെന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യം അദ്ദേഹം ചെയ്തതായിട്ട് എനിക്കറിഞ്ഞുകൂടാ. ജയിൽ ഉപദേശക സമിതിയിൽ നിന്ന് ജയരാജനെ മാറ്റണമെന്ന് VD സതീശൻ. ഈ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ ഇവർ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? ഈ നൂറ്റാണ്ടിലാണോ ഇവർ ജീവിക്കുന്നത്? ഇത് ഞാൻ പറഞ്ഞതുപോലെ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള നാണക്കേടാണിത്. കേരളത്തിന് അപമാനമാണ്. കണ്ണൂർ കാക്കയങ്ങാട്ട് പന്നിക്കെണിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടിവെച്ചു. ആദ്യ വെടിയിൽ പുലി മയങ്ങിയില്ല. വീണ്ടും വെടിവെക്കും. പുലിയെ ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് കൊണ്ടുപോകും. പ്രദേശത്ത് ജാഗ്രത. വിദ്യാലയങ്ങൾക്ക് അവധി. പത്തനംതിട്ടയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്ക്. ഇടുക്കി പുല്ലുപാറയിൽ KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 4 മരണം. മരിച്ചത് മാവേലിക്കര സ്വദേശികൾ. അപകടത്തിൽപ്പെട്ടത് തഞ്ചാവൂരിൽ നിന്ന് മാവേലിക്കരയ്ക്ക് മടങ്ങിയ ബസ്. നിരവധി പേർക്ക് പരുക്ക്. അടിയന്തരാന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ഗതാഗത മന്ത്രിയുടെ ഉത്തരവ്. കലോത്സവം 3ാം ദിനത്തിൽ കണ്ണൂർ മുന്നിൽ. തൊട്ടുപിന്നിൽ തൃശൂരും കോഴിക്കോടും. കോൽക്കളിയും തിരുവാതിരയും ഉൾപ്പെടെ ഇന്ന് ജനപ്രിയ ഇനങ്ങൾ വേദിയിൽ. സർവാംഗ സുന്ദരിയായി സദ്ഗുണരൂപിണിയായി ആടിപ്പാടുന്നുണ്ടൊരു സുന്ദരി, കണ്ണകി എന്ന യുവസുന്ദരി. ഹണിറോസിനെതിരായ സൈബർ ആക്രമണത്തിൽ ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് കുമ്പളം സ്വദേശി ഷാജി. കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്ന് പോലീസ്. കേസെടുത്തത് 27 പേർക്കെതിരെ. അധിക്ഷേപം തുടർന്നാൽ ഇനിയും കേസുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. പ്രത്യേക അന്വേഷണ സംഘം സ്വതന്ത്രവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്ന് കോടതി ഉത്തരവിട്ടു. കണ്ണൂർ DIG പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കണം. അന്വേഷണ പുരോഗതി കുടുംബത്തെ അറിയിക്കണമെന്നും സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. ADM നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യ തന്നെയാണോ എന്നതായിരുന്നു കുടുംബം ഉന്നയിച്ച പ്രധാന സംശയം. കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണോ എന്നതുൾപ്പെടെയുള്ള ഗൗരവമുള്ള വാദവും കുടുംബം കോടതിയിൽ ഉന്നയിച്ചിരുന്നു. കേസിൽ ഉൾപ്പെട്ടവർ പ്രബലരായതിനാൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന പ്രതീക്ഷയില്ലെന്നും കുടുംബം ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ കുടുംബത്തിന്റെ ആരോപണങ്ങൾ തെളിവുകളില്ലാതെയാണെന്നും പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ വീഴ്ചയില്ലെന്നും സർക്കാർ കോടതിയിൽ വാദിച്ചു. കുടുംബമുന്നയിക്കുന്ന എല്ലാ ആക്ഷേപങ്ങളും പരിശോധിക്കുമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ഇതിനു പിന്നാലെയാണ് ഇന്ന് സിംഗിൾ ബെഞ്ച് വിധി പറഞ്ഞത്.
CBI അന്വേഷണം വേണമെന്ന ആവശ്യം കോടതി തള്ളി. എന്നാൽ കണ്ണൂർ DIG അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണമെന്നും കുടുംബമുന്നയിച്ച ആക്ഷേപങ്ങൾ കൂടി പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. സമയാസമയങ്ങളിൽ അന്വേഷണ പുരോഗതി പ്രത്യേക അന്വേഷണ സംഘം ഹർജിക്കാരെ അറിയിക്കണമെന്നും കോടതി ഉത്തരവിലുണ്ട്. എന്നാൽ വിധിക്കെതിരെ അപ്പീൽ പോകാനാണ് കുടുംബത്തിന്റെ നീക്കം. സംതൃപ്തമല്ല. ഞാൻ പ്രതീക്ഷിക്കാത്ത വിധിയായിപ്പോയി. അപ്പീൽ നൽകാൻ തന്നെ തീരുമാനം. മീഡിയ 1 കൊച്ചി. വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ. അന്വേഷണം തൃപ്തികരമല്ല. അന്വേഷണ മേൽനോട്ടത്തിന് DIGയെ ചുമതലപ്പെടുത്തിയത് ആശ്വാസം നൽകുന്നതല്ലെന്നും മഞ്ജുഷ പറഞ്ഞു. പോലീസ് അന്വേഷണത്തിലൂടെ നീതി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടക്കം മുതൽ തന്നെ കുടുംബം ദുരൂഹത ആരോപിച്ചിരുന്നു. കേസിൽ ഉൾപ്പെട്ടവരുടെ രാഷ്ട്രീയ സ്വാധീനം മൂലം പോലീസിന് കൃത്യമായ അന്വേഷണം നടത്താനാകില്ലെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. തുടർന്ന് CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹർജി കോടതി തള്ളിയെങ്കിലും അപ്പീൽ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. അപ്പീലുമായിട്ട് മുമ്പോട്ട് പോകും. പിന്മാറാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. ഏതറ്റം വരെയും മുമ്പോട്ട് പോകാൻ തന്നെ ഉദ്ദേശിക്കുന്നു. ഹൈക്കോടതി വിധിക്ക് പിന്നാലെ പോലീസിനെതിരെ പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. കുടുംബത്തിനും പ്രതിപക്ഷത്തിനും പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് VD സതീശൻ പറഞ്ഞു. അവര് കുടുംബം അതൊരു നീതി കിട്ടിയില്ല എന്നുള്ളൊരു വിചാരമുണ്ട്. കേരള പോലീസിന്റെ കയ്യിൽ നിന്ന് നീതി കിട്ടുമെന്ന് അവർക്കും പ്രതീക്ഷയില്ല, ഞങ്ങൾക്കും പ്രതീക്ഷയില്ല. മീഡിയ 1 പത്തനംതിട്ട. നിലമ്പൂർ DFO ഓഫീസ് ആക്രമിച്ചത് PV അൻവറിന്റെ സാന്നിധ്യത്തിലും പ്രേരണയിലുമെന്ന് റിമാൻഡ് റിപ്പോർട്ട്. 35,000 രൂപയുടെ നാശനഷ്ടമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൃത്യനിർവഹണം തടയൽ, പൊതുമുതൽ നശിപ്പിക്കലടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അൻവറിനെ അറസ്റ്റ് ചെയ്തത്. അൻവറിന്റെ ജാമ്യാപേക്ഷ നിലമ്പൂർ CJM കോടതി പരിഗണിക്കുന്നു. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അസ്ലം, ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചോ? നിലവിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ പ്രകാരം ജാമ്യം ലഭിക്കും? അമൃത, നിലമ്പൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണനയ്ക്കുണ്ട്. അതേസമയം പോലീസ് റിപ്പോർട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പോലീസ് റിപ്പോർട്ട് വന്നതിന് ശേഷം പരിഗണിക്കാമെന്നാണ് മജിസ്ട്രേറ്റ് പറഞ്ഞിരിക്കുന്നത്. അതിനനുസരിച്ചാണ് കുറച്ച് സമയം വൈകി പോകുന്നതുവരെയും പോലീസ് റിപ്പോർട്ട് എത്തിയിട്ടില്ല. അതേസമയം നേരത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ ഇന്നലെ നടന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള പോലീസിന്റെ വാദം കൃത്യമായി ഉന്നയിക്കുന്നു. അതായത് PV അൻവറിന്റെ സാന്നിധ്യത്തിലും പ്രേരണയിലുമാണ് ഇന്നലെ 1 മുതൽ 5 വരെയുള്ള അക്രമി സംഘം DFO ഓഫീസിനകത്ത് കയറിയും അവിടുത്തെ സാധന സാമഗ്രികൾ അടിച്ചു തകർക്കുകയും ചെയ്തു. അങ്ങനെ അവിടുത്തെ ഫാനും ക്ലോക്കും അടക്കം 35,000 രൂപയുടെ നാശനഷ്ടം വരുത്തി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് PV അൻവറിനാണെങ്കിലും മറ്റു ചില കേസുകളുണ്ട്. മറ്റു ചില ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. രണ്ടു മുതലുള്ള മറ്റു പ്രതികളും നിരവധി കേസുകളിൽ പ്രതികളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജാമ്യം നൽകുന്നത് കേസിനെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ അത് ജാമ്യം തള്ളണമെന്ന വാദമാണ് ഇവർ കോടതിയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേസമയം തന്നെ പ്രതിഭാഗ അഭിഭാഷകർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് PDPP ആക്ട് ഉൾപ്പെടെ ചുമത്തിയിരിക്കുന്ന എല്ലാ വകുപ്പുകളും 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാൻ കഴിയുന്ന വകുപ്പുകളാണ്. അത്തരം കേസിൽ ഒരു നോട്ടീസ് കൊടുത്ത് ഹാജരാകാൻ പറയുക എന്നുള്ളതാണ് തത്വം. അറസ്റ്റ് എന്നുള്ളത് സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ്. ഒരു MLA എന്ന നിലയിൽ നോട്ടീസ് കൊടുത്താൽ ഹാജരാകാൻ കഴിയുന്ന ഒരാളെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് പോലീസിന്റെ അമിത അധികാര പ്രയോഗമാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകണ വാദം അവർ അവരും ഉന്നയിക്കുകയും ചെയ്യും. എന്തായാലും അല്പസമയത്തിനകം കോടതിക്ക് മുന്നിൽ പോലീസ് റിപ്പോർട്ട് വരും. പോലീസ് റിപ്പോർട്ട് വന്നാൽ തന്നെ ജാമ്യത്തിൽ ഇന്ന് വാദം നടക്കും. ഒരുപക്ഷെ ഇന്ന് അല്ലെങ്കിൽ നാളെ എന്ന രീതിയിലേക്ക് ജാമ്യ ഹർജി മാറ്റാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ജാമ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് അൻവറിന്റെ അഭിഭാഷകർക്കുള്ളത്. അതേസമയം പരമാവധി വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജാമ്യം തടയാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്. PV അൻവറിന്റെ അറസ്റ്റ് ആയുധമാക്കി UDF. അൻവറിനെ പിന്തുണയ്ക്കുന്നതിനൊപ്പം മുഖ്യമന്ത്രിക്കെതിരെയും വിമർശനമുയർത്തുകയാണ് പ്രതിപക്ഷം. ജനകീയ വിഷയമുയർത്തി പ്രതിഷേധിച്ച ജനപ്രതിനിധിയോട് പെരുമാറുന്ന പോലീസ് സമീപനം ചോദ്യം ചെയ്താണ് പ്രതിപക്ഷം അൻവറിനെ പരസ്യമായി പിന്തുണയ്ക്കുന്നത്. പ്രതികാര രാഷ്ട്രീയമാണ് CPMഉം സർക്കാരും നടപ്പിലാക്കുന്നത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നുമാണ് പ്രതിപക്ഷ നിലപാട്. അപ്പോൾ അത് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിനെയും വിമർശിച്ചാൽ എന്തും ചെയ്യും എന്നുള്ളൊരു മെസ്സേജാണ്. ആ നടപടിയിൽ ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുന്നു. ഞങ്ങളോട് കാണിക്കുന്ന അതേ ക്രൂരത പ്രതിപക്ഷത്തിലെ നേതാക്കന്മാരോട്, പ്രവർത്തകരോട് പോലീസ് കാണിക്കുന്ന രാഷ്ട്രീയ പ്രതികാര നടപടിയാണ് ഇക്കാര്യത്തിൽ PV അൻവർ MLAയോട് കാണിച്ചത്. സർക്കാരിന് മുന്നറിയിപ്പ് നൽകി ലീഗും രംഗത്ത് വന്നു. ഇവിടെ എന്തോ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി എന്നുള്ള നിലക്ക് മാത്രം കണ്ട് വീട് വളഞ്ഞ് അർദ്ധരാത്രി അറസ്റ്റ് നാടകം നടത്തുകയൊക്കെയാണ് ചെയ്തത്. അത് തെറ്റാണ്. കോൺഗ്രസും ഘടകകക്ഷികളുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് അൻവറിനായി രംഗത്ത് വരാനുള്ള തീരുമാനം. രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്യാൻ ഈ മാസം 12-ന് KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗവും ചേരും.
മീഡിയ 1 തിരുവനന്തപുരം. നിലമ്പൂർ എംഎൽഎ PV അൻവറിന്റെ അറസ്റ്റിനെ ന്യായീകരിച്ച് CPM. നിയമപരമായ കാര്യങ്ങൾ മാത്രമാണ് ചെയ്തതെന്ന് നേതാക്കൾ വിശദീകരിച്ചു. അൻവറിന് താരപരിവേഷം നൽകുന്നത് മാധ്യമങ്ങളാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ വിമർശിച്ചു. PV അൻവർ MLA-യെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തതിനെ UDF ഒന്നടങ്കം വിമർശിക്കുന്നതിനിടയിലാണ് പോലീസ് നടപടി ന്യായീകരിച്ച് CPM നേതൃത്വം രംഗത്തെത്തുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ സഡൻ ആക്ഷനാണ് വേണ്ടതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അൻവർ ഇപ്പോൾ ഒരു വിഷയമല്ല. പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. പക്ഷേ ഒരു ആഫീസിൽ കയറി അത് അടിച്ചു പൊളിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ അവകാശത്തിൽപ്പെടുന്നതല്ല. നിയമപരമല്ലാത്തതൊന്നും പോലീസ് ചെയ്തിട്ടില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. നിയമത്തിന്റെ വഴിക്ക് ആളില്ലാത്ത ജനകീയ യാത്ര അവസാനിപ്പിക്കാൻ അൻവർ കണ്ടെത്തിയ മാർഗമായിരുന്നു ആക്രമണമെന്നും CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ ആരോപിച്ചു. അതിൽ അദ്ദേഹം ഒരു ജാഥ നയിച്ചിരുന്നു. അതിൽ ആളില്ലാത്ത സ്ഥിതിയുണ്ട്. അത് ഏതെങ്കിലും രൂപത്തിൽ അവസാനിപ്പിക്കണം. അറസ്റ്റുമായി ബന്ധപ്പെട്ട് DMK പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടായാൽ അതിനെയും വിട്ടുവീഴ്ചയില്ലാതെ നിയമപരമായി നേരിടാൻ പോലീസിനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം. അറസ്റ്റിൽ PV അൻവറിനൊപ്പം UDF ഒറ്റക്കെട്ടായി നിൽക്കുമ്പോഴും മുന്നണി പ്രവേശനത്തിൽ UDF-ൽ ഭിന്നാഭിപ്രായം. ലീഗിന് പാതി മനസ്സുണ്ടെങ്കിലും കോൺഗ്രസിലെ ഒരു വിഭാഗവും RSPയും വേഗത്തിൽ തീരുമാനം വേണ്ടതില്ല എന്ന നിലപാടിലാണ്. പോലീസ് നടപടിയിൽ അൻവറിനൊപ്പം കട്ടയ്ക്ക് നിൽക്കുകയാണ് UDF. എന്നാൽ അൻവറിനെ മുന്നണിക്കകത്ത് പിടിച്ചിരുത്തണമോ എന്ന് ചോദിച്ചാൽ ഘടകകക്ഷികൾ തമ്മിൽ മാത്രമല്ല പാർട്ടികൾക്കുള്ളിൽ തന്നെ നിലപാടുകൾ പലവിധമാണ്. കോൺഗ്രസിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ അൻവറിനെ ഉപയോഗപ്പെടുത്തണമെന്ന അഭിപ്രായക്കാരാണ്. എന്നാൽ സമയമായിട്ടില്ലെന്ന നിലപാടും കോൺഗ്രസിൽ ശക്തം. അതിലേക്ക് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളോട് പറയുകയും ചെയ്യും. അനൌദ്യോഗിക ആശയവിനിമയങ്ങൾ നടന്നുവെന്നാണ് ലീഗ് നേതൃത്വം നൽകുന്ന സൂചന. അടുത്ത UDF യോഗത്തിൽ വിഷയം ഉന്നയിക്കാനും ആലോചനയുണ്ട്. ചർച്ച ചെയ്തിരിക്കേണ്ട തീരുമാനത്തെക്കുറിച്ച് ഞാൻ ഒറ്റയ്ക്ക് പറയുന്നത് ശരിയല്ല. ചർച്ച ചെയ്ത് എടുക്കേണ്ട ഒരു തീരുമാനം, അതിന് പല വശങ്ങളും ഉണ്ട്. പിണറായി വിജയൻ വിരുദ്ധത മാത്രം മുന്നിൽ വെച്ച് അൻവറിനെ മുന്നണിയിൽ എടുക്കരുതെന്നാണ് RSP വാദം. ഐക്യജനാധിപത്യ മുന്നണി ഒരു രാഷ്ട്രീയ നിലപാടെടുക്കാൻ സമയമായി എന്ന RSPക്ക് അഭിപ്രായമില്ല. കാരണം അദ്ദേഹം ഇതുവരെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വ്യക്തമാക്കിയിട്ടില്ല. അൻവറിനെ മുന്നണിയിലെടുക്കുന്ന കാര്യത്തിൽ അനുകൂല നിലപാടാണ് CMPക്കുള്ളത്. മീഡിയ 1 തിരുവനന്തപുരം. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികളെ P ജയരാജൻ ജയിലിലെത്തി കണ്ടതിന് പിന്നാലെ CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണനും മുതിർന്ന നേതാക്കളും ഒന്നാം പ്രതി പീതാംബരന്റെ വീട്ടിലെത്തി. പെരിയ ഇരട്ടക്കൊലയുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ആവർത്തിക്കുന്നതിനിടെയാണ് CPM നേതാക്കളുടെ സന്ദർശനം. തീവ്രവാദ സംഘടനകളെ പോലും ലജ്ജിപ്പിക്കുന്നതാണ് CPM നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ, മുൻ MLA-യും ഇടതുമുന്നണി ജില്ലാ കൺവീനറുമായ KP സതീഷ് ചന്ദ്രൻ, ഉദുമ MLA-യും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ CH കുഞ്ഞമ്പു, തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ, മുൻ MLA K കുഞ്ഞിരാമൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, CPM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് K രാജ്മോഹൻ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ M സുമതി, CPM പെരിയ ലോക്കൽ മുൻ സെക്രട്ടറി N ബാലകൃഷ്ണൻ എന്നിവരാണ് വീടുകളിലെത്തിയത്. പാർട്ടി കൂടെയുണ്ടെന്ന സന്ദേശം കൈമാറാനാണ് നേതാക്കൾ പ്രതികളെയും കുടുംബാംഗങ്ങളെയും സന്ദർശിച്ചതെന്ന് ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ ആരോപിച്ചു. കൂടെയുണ്ട് പാർട്ടി എന്ന് അറിയിക്കാനാണ് അവർ ജയിലിലെത്തുമ്പോഴേക്കും P ജയരാജൻ അടക്കമുള്ള അവരുടെ സംഘങ്ങൾ ചിന്താവ വിളിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ടവരിൽ നിരപരാധികളുമുണ്ടെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പറഞ്ഞു. KV കുഞ്ഞിരാമൻ MLA പോലെ ex-MLA പോലെയുള്ള ഒരാൾ ബോധപൂർവം കേസിൽപ്പെടുത്തി CBI ഉപയോഗിച്ച് കേസിൽപ്പെടുത്തി കുറ്റമാരോപിച്ച് പാർട്ടി ആക്രമിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേരണോ? പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികളെ CPM നേതാക്കൾ സന്ദർശിച്ചതിനെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രൂക്ഷമായി വിമർശിച്ചു. ഇത് ഞാൻ പറഞ്ഞതുപോലെ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള നാണക്കേടാണിത്. കേരളത്തിന് അപമാനമാണ്. കൃപേഷ് ശരത് ലാൽ സ്മൃതി മണ്ഡപം KPCC മുൻ പ്രസിഡന്റ് K മുരളീധരൻ സന്ദർശിച്ചു. മീഡിയ 1 കാസർഗോഡ്. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട KV കുഞ്ഞിരാമനടക്കം 4 പ്രതികൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. പ്രത്യേക CBI കോടതി വിധിക്കെതിരെയാണ് അപ്പീൽ. അഹമ്മദ് മുസ്തബ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. മുസ്തബ, ഏതൊക്കെ പ്രതികളാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്? ഇവരുടെ അപ്പീൽ എപ്പോൾ കോടതി പരിഗണിക്കും? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ CBI കോടതി വിധി വന്നതിന് പിന്നാലെ തന്നെ അന്ന് തന്നെ ഈ പ്രതിഭാഗം അഭിഭാഷകൻ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നത്
ഈ 4 പ്രതികളുടെ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നുള്ളതായിരുന്നു. എല്ലാ പ്രതികളുടെ വിധിക്കെതിരെയും അപ്പീൽ പോകും. പക്ഷെ പ്രധാനമായും കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള പ്രതികളുടെ കാര്യത്തിൽ വേഗത്തിൽ നടപടി ഉണ്ടാകുമെന്ന് അന്ന് തന്നെ അഭിഭാഷകൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള 4 പ്രതികളാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിഷയത്തിൽ 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്. അതായത് കസ്റ്റഡിയിലുള്ള പ്രതികളെ മോചിപ്പിക്കുക എന്നുള്ളത് കുറ്റമാണ്. 14, 20, 21, 22 പ്രതികളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ 5 വർഷമാണ് ഇവർക്ക് തടവ് ശിക്ഷ ലഭിച്ചിരുന്നത്. പ്രതികളെ കസ്റ്റഡിയിൽ നിന്ന്, പ്രത്യേകിച്ച് കൊലപാതക കുറ്റം തെളിഞ്ഞ പ്രതികളെയാണ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചതെന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഈ കുറ്റത്തിന്റെ ഇന്റൻസിറ്റി കുറച്ചുകൂടി തീവ്രമാണ് എന്നതോടുകൂടി നിരീക്ഷിച്ചാണ് CBI കോടതി ഇവർക്കെതിരെ 5 വർഷം തടവ് ശിക്ഷ വിധിച്ചത്. 5 വർഷം വരുന്നതോടുകൂടി ഇവരുടെ നേരത്തെ ജാമ്യത്തിൽ ആയിരുന്ന പ്രതികൾക്ക് സ്വാഭാവികമായും ജാമ്യം നിഷേധിക്കപ്പെടും, കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിനെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ ഈ അപ്പീൽ പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി മുസ്തഫ. ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് 4 പേർ മരിച്ചു. തഞ്ചാവൂരിൽ നിന്ന് തീർത്ഥാടന യാത്ര കഴിഞ്ഞ് മടങ്ങിയ മാവേലിക്കര സ്വദേശികളാണ് മരിച്ചത്. ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നാണ് നിഗമനം. സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഉത്തരവിട്ടു. കുട്ടിക്കാനത്ത് നിന്ന് മുണ്ടക്കയത്തേക്കുള്ള ഇറക്കമിറങ്ങുന്നതിനിടെയാണ് അപകടം. ബാരിക്കേഡിലിടിച്ച് 30 അടിയിലധികം താഴ്ചയിലേക്ക് ബസ് മറിഞ്ഞു. മാവേലിക്കര സ്വദേശികളായ രമാമോഹൻ, അരുൺ ഹരി, സംഗീത്, ബിന്ദു നാരായണൻ എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒരാളെ പാലയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. 30 പേർ മുണ്ടക്കയത്തെ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. വളവ് തിരിഞ്ഞ് വരികയായിരുന്നു. വളവ് തിരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ആദ്യം ഞാനൊന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടി. പക്ഷേ രണ്ടാമത് ഒന്നുകൂടി ചവിട്ടിയപ്പോഴത്തേക്ക് ആ വളവ് ഇങ്ങനെ വരിക, ബ്രേക്ക് കിട്ടില്ല, പെടലത് താഴോട്ടങ്ങ് പോവുകയാണ് ചെയ്തത്. അങ്ങനെയാണ്. പിന്നെ അത് ഞാൻ കൺട്രോൾ ചെയ്തിട്ട് നിന്നില്ല. പിന്നെ അതങ്ങ് പോയി, എൻ്റെ കയ്യിൽ നിന്ന് പോയി. നിലവിൽ ചികിത്സയിലുള്ളവരെല്ലാം അപകടനില തരണം ചെയ്തു. മരിച്ചവരുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഈ 4 ബോഡികളും കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇൻക്വസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പാലായിലെയും പ്രത്യേക ടീമിനെ അയച്ചു കഴിഞ്ഞു. ബാക്കി ഇവരുടെ ബന്ധുക്കളെല്ലാം വന്നു കഴിഞ്ഞാൽ ആ ബോഡിയെല്ലാം ഓരോ ആംബുലൻസിൽ വീട്ടിൽ എത്തിക്കാൻ വേണ്ടി ഗവൺമെന്റ് സംവിധാനം ഉപയോഗിച്ചുള്ള ഏർപ്പാട് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വാഹനം അപകടത്തിൽപ്പെടുന്നതിന് 2 വളവിന് മുന്നേ നമ്മുടെ ഡ്രൈവർ ഒരു ഇൻഫർമേഷൻ പാസഞ്ചേഴ്സിന് പാസ് ചെയ്തിരുന്നു. വാഹനത്തിൻ്റെ ബ്രേക്ക് തകരാറിലായിട്ടുണ്ടെന്ന് ഒരു അലർട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പാസഞ്ചേഴ്സിന് കൂടുതലൊരു പ്രിക്കോഷൻ എടുക്കാനുള്ള ചെറിയൊരു ടൈം ഗ്യാപ്പ് കിട്ടി. സ്പീഡ് വാഹനത്തിന് കുറവാണെന്നുള്ളൊരു നിഗമനത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്. ഞായറാഴ്ച പുലർച്ചെയാണ് KSRTC ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി മാവേലിക്കര തട്ടാരമ്പലത്തു നിന്നുള്ള സംഘം തഞ്ചാവൂരിലേക്ക് പോയത്. മീഡിയ 1, കോട്ടയം, ഇടുക്കി. കണ്ണൂർ കാക്കയങ്ങാട് കെണിയിൽ കുടുങ്ങിയ പുലിയെ വീണ്ടും മയക്കുവെടിവെക്കും. ആദ്യം മയക്കുവെടിവെച്ചെങ്കിലും പുലി മയങ്ങാത്തതിനാലാണ് വീണ്ടും മയക്കുവെടിവെക്കുന്നത്. വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘമാണ് മയക്കുവെടിവെച്ചത്. ഇന്ന് രാവിലെയാണ് ഇരിട്ടി സ്വദേശി പ്രകാശന്റെ പറമ്പിലെ പന്നിക്കെണിയിൽ പുലി കുടുങ്ങിയത്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, രണ്ടാമതും മയക്കുവെടിവെക്കുമെന്നാണല്ലോ പറയുന്നത്. അത് കഴിഞ്ഞോ? അങ്ങനെയെങ്കിൽ ഇതിനെ എങ്ങോട്ടായിരിക്കും ഇനി മാറ്റുക? അമൃത, ദൃശ്യങ്ങൾ ഫ്രെയിമിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും രണ്ടാമതും മയക്കുവെടി വെച്ചിരിക്കുന്നു. ആ മയക്കുവെടി വെച്ച പുലി മയങ്ങിയിട്ടുണ്ട്. പുലിയെ ഇപ്പോൾ വാഹനത്തിൽ പുലിയുടെ കൂട്ടിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടിൽ വാഹനത്തിൽ ഘടിപ്പിച്ചു കൊണ്ടുവന്നിട്ടുള്ള കൂട്ടിലേക്ക് പുലിയെ മാറ്റുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്ന് പുലിനെ ആർളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് മാറ്റും. എന്തായാലും വയനാട്ടിൽ നിന്നെത്തിയ പ്രത്യേക സംഘമാണ് അല്പസമയം മുമ്പ് ആ പുലിയെ മയക്കുവെടി വെച്ചത്. ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ഉദ്യോഗസ്ഥരായ വിഷ്ണു, ജിഷ്ണു, അഖിൽ എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് പുലിയെ മയക്കുവെടി വെക്കുന്നത്. ആദ്യം മയക്കുവെടി വെച്ചെങ്കിലും പക്ഷേ പുലി മയങ്ങിയില്ല. അതേ തുടർന്ന് ഏതാണ്ട് 15 മിനിറ്റോളം പുലിയെ നിരീക്ഷിച്ചു. അതിനുശേഷം വീണ്ടും മയക്കുവെടി വെക്കാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു. ആദ്യത്തേക്കാൾ കൂടുതൽ ഡോസ് കൂട്ടിയാണ് രണ്ടാമത് മയക്കുവെടി വെച്ചത്. ആ മയക്കുവെടിയിൽ എന്തായാലും പുലി മയങ്ങിയിട്ടുണ്ട്. ആ പുലിയെ ഇപ്പോൾ കൂട്ടിലേക്ക് കയറ്റി അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്ന് പുലിയെ സ്ഥലത്ത് നിന്ന് ആർളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് കൊണ്ടുപോകും. അവിടെ ഏതാണ്ട് 24 മണിക്കൂർ ആ പുലിയെ നിരീക്ഷിക്കും. ഏതെങ്കിലും തരത്തിൽ പ്രാഥമികമായ ശുശ്രൂഷകൾ മറ്റും നൽകേണ്ടതുണ്ടെങ്കിൽ നൽകും. അതിനുശേഷം മാത്രമായിരിക്കും എവിടേക്കാണ് പുലിയെ മാറ്റുക എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വനംവകുപ്പ് എടുക്കുക. അതിലൊരു തീരുമാനം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അത് വനംവകുപ്പ് പിന്നീട് എടുക്കേണ്ട തീരുമാനമാണ്. ശരി സുനിൽ. തലസ്ഥാനത്ത് കലാമേള. കലകലോ കല പവേഡ് ബൈ
സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നീ രുചികളിൽ ഹാപ്പി ജാംസ്. In association with മിൽമ, രുചിയേറും നിമിഷങ്ങൾ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 3ാം ദിനത്തിൽ 469 പോയിന്റുമായി നിലവിലെ ചാമ്പ്യന്മാരായ കണ്ണൂർ 1ാം സ്ഥാനത്ത് തുടരുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ച് 466 പോയിന്റുമായി തൃശൂർ 2ാമതാണ്. 464 പോയിന്റോടെ കോഴിക്കോട് പോയിന്റ് പട്ടികയിൽ 3ാമതുണ്ട്. കലോത്സവ വേദിയിലെ ഊട്ടുപുര മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചു. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അഷിക, ഇന്നിപ്പോൾ 3ാം ദിനത്തിൽ എത്തിയിരിക്കുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. മുഖ്യമന്ത്രി നേരത്തെ എത്തിയിരുന്നോ? അമൃത, അല്പനേരം മുമ്പാണ് മുഖ്യമന്ത്രി മടങ്ങിപ്പോയത്. കുട്ടികളെയും അധ്യാപകരെയും കണ്ട് ഊട്ടുപുരയുടെ ചുമതലക്കാരൻ പഴയടൻ മോഹൻ നമ്പൂതിരിയുമായി വിശേഷങ്ങൾ തിരക്കി കടന്നു പോവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഫുഡ് കമ്മിറ്റിയുടെ പ്രത്യേക ക്ഷണപ്രകാരം സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയ ശേഷം ഇന്ന് 12:15 മുഖ്യമന്ത്രി ഇവിടെ എത്തുമെന്ന് അറിയിച്ചിരുന്നതാണ്. അതിന്റെ സജ്ജീകരണങ്ങളെല്ലാം തയ്യാറാക്കി ഫുഡ് കമ്മിറ്റിയും ഊട്ടുപുരയും തയ്യാറായിരുന്നു. ഒരു ഏതാണ്ട് 10 മിനിറ്റിൽ താഴെ മാത്രമേ സന്ദർശനം നീണ്ടു നിന്നുള്ളൂ എന്ന് പറയാം. എല്ലാവരെയും കണ്ട് കൈവീശി കാണിച്ച് വലിയ സന്തോഷത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മടങ്ങിപ്പോയി. 3ാം ദിനത്തിന്റെ കാര്യം പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ ആധിപത്യം പുലർത്തിക്കൊണ്ടിരുന്ന കണ്ണൂർ തന്നെയാണ് ഇപ്പോഴും പോയിന്റ് നിലയിൽ മുന്നിൽ നിൽക്കുന്നത്. 496 പോയിന്റോടെ ആദ്യ സ്ഥാനത്ത് കണ്ണൂർ ഉണ്ട്. തൊട്ടുപിറകെ 3 പോയിന്റിന്റെ മാത്രം വ്യത്യാസത്തിൽ തൃശൂർ ജില്ലയുണ്ട്. 3ാം സ്ഥാനത്താണ് മുൻ വർഷങ്ങളിൽ കപ്പുമായി പോയിരുന്ന കോഴിക്കോടിന്റെ സ്ഥാനം ഇത്തവണയുള്ളത്. ഏതായാലും മത്സരം ശക്തമാവുകയാണ്. ഇനി 2 ദിവസം കൂടി പ്രധാനപ്പെട്ട മത്സരങ്ങളുണ്ട്. 3ാം ദിനത്തെ പ്രധാന മത്സരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ജനകീയ ഇനങ്ങളായ കോൽക്കളി, ദഫ്മുട്ട്, ചവിട്ടുനാടകം അടക്കമുള്ള കലാരൂപങ്ങൾ ഇന്ന് വിവിധ വേദികളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഉച്ചയോടെ ഏതാണ്ട് പരിപാടികൾ ഇപ്പോഴും തുടരുകയാണ്, മത്സരങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പല വേദികളിലും കൃത്യസമയത്തിന് നേരത്തെ കണക്കുകൂട്ടിയ രീതിയിൽ മത്സരങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഏതായാലും അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണെന്നാണ് സംഘാടകരും അറിയിക്കുന്നത്. ഇന്നലെ അടക്കം നാടക മത്സരം രാത്രി ഏതാണ്ട് 12 മണിയോട് അടുക്കുന്ന രീതിയിലോട്ട് നാടക മത്സരത്തിന്റെ കാര്യങ്ങളെല്ലാം പോയിരുന്നു. ആ രീതിയിൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. 3ാം ദിനം വലിയ ആവേശത്തിലാണ് മത്സരാർത്ഥികളും വിദ്യാർത്ഥികളും മാതാപിതാക്കളും അടങ്ങുന്ന സംഘം. അനന്തപുരി കലോത്സവത്തെ മനോഹരമായി തന്നെ വരവേൽക്കുന്നു എന്ന് പറയാം. അമൃത. ശരി, മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്. നാടകവേദിയുടെ അതിരുകൾ അവസാനിക്കുന്നത് എവിടെയാണ്? മത്സരത്തിനെത്തിയ പാലക്കാട് GVHSS പട്ടേനാട് സ്കൂളിലെ കുട്ടികൾ വേദിയിൽ ഒരു പരീക്ഷണം നടത്തി. നാടകവേദിയുടെ അനന്ത സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു അസാധാരണ പരീക്ഷണം. പതിവ് പോലെ നാടകവേദി നിറഞ്ഞു കവിഞ്ഞു. പുറത്ത് ടാഗോർ തിയേറ്ററിന്റെ ആളൊഴിഞ്ഞ മൂലയിൽ ഒരു മഹീന്ദ്ര ജീപ്പ് മൗനിയായി കിടക്കുന്നു. അപൂർവമായി ജീപ്പിനെ കണ്ടവർ കൗതുകത്തോടെ നോക്കി. അപ്രതീക്ഷിതമായിരുന്നു 4ാമതായി വേദിയിലെത്തിയ കയം എന്ന നാടകത്തിലേക്കുള്ള ജീപ്പിന്റെ രംഗപ്രവേശനം. നായകഭാവത്തിൽ ജീപ്പും കേന്ദ്ര കഥാപാത്രം പീറ്ററും. ജീപ്പ് പിന്നെ കഥയിലെ വില്ലൻ ജോയിയുടെ വർക്ക്ഷോപ്പായി, പീറ്ററിന്റെ ക്ലാസ് മുറിയായി, പീറ്ററിന്റെയും കൂട്ടുകാരി വിനീതയുടെയും പ്രണയത്തിന് വേദിയായി. ജീപ്പ് കൊണ്ടുണ്ടാക്കിയ കയത്തിൽ നിന്ന് പീറ്റർ ഒരാമ്പൽപ്പൂവ് പറിച്ച് വിനീതയ്ക്ക് നൽകി. ഈ നാടകത്തിന്റെ കണ്ടന്റിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് ഈ ജീപ്പ്. ജീവിതത്തിലുണ്ടായ അനീതികളോട് പ്രതികരിക്കാൻ പീറ്റർ തിരഞ്ഞെടുത്ത തീവ്ര രാഷ്ട്രീയവും അത് അവന്റെ പ്രണയത്തിലുണ്ടാക്കുന്ന വഴിത്തിരിവുമാണ് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളായിട്ടൊരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഏജ് ചിലപ്പോൾ ഈ വിഷയങ്ങളൊക്കെ കുറച്ചുകൂടിയും തീവ്രമായിട്ട് സംസാരിക്കാൻ നമുക്ക് പറ്റുമായിരിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ 2 അടി കൊള്ളാൻ തയ്യാറാണ് നമ്മൾ. പക്ഷെ നമ്മളത് കുറച്ചുകൂടിയും കുട്ടികളായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കലോത്സവമാണല്ലോ. അപ്പം നമുക്ക് അവിടെ ഡ്യൂട്ടി ഇവരെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളത് തന്നെയാണ്. ക്ലൈമാക്സിൽ ചൂഷകരോട് പ്രതികാരം ചെയ്യാനുള്ള അയ്യങ്കാളിപ്പടയുടെ പടപ്പുറപ്പാടിൽ ജീപ്പ് അതിന്റെ രൗദ്രഭാവം പുറത്തെടുത്തു. ടാഗോർ തിയേറ്ററിലെ കട്ടക്കയത്തു നിന്നും ടീം കയത്തിനും അനോഷിനുമൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, തിരുവനന്തപുരം. ഇനി പോയിന്റ് പട്ടിക നോക്കാം. 484 പോയിന്റുമായി നിലവിലെ ചാമ്പ്യന്മാരായ കണ്ണൂർ തന്നെയാണ് 1ാം സ്ഥാനത്തുള്ളത്.
തൊട്ടുപിന്നിൽ 481 പോയിന്റുമായി തൃശൂർ ജില്ല രണ്ടാം സ്ഥാനത്തുണ്ട്. 479 പോയിന്റുമായി കോഴിക്കോടിനാണ് മൂന്നാം സ്ഥാനം. സമൂഹമാധ്യമങ്ങളിലൂടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന ഹണി റോസിന്റെ പരാതിയിൽ ഒരാൾ അറസ്റ്റിൽ. കുമ്പളം സ്വദേശി ഷാജിയെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പരാതിയിൽ 27 പേർക്കെതിരെ കേസെടുത്തു. ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ഒരാൾ തന്നെ നിരന്തരമായി സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടി ഹണി റോസ് ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ഈ പോസ്റ്റിന് താഴെയായിരുന്നു അശ്ലീല കമന്റുകൾ. പിന്നാലെ അശ്ലീല കമന്റുകളുടെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടുത്തി ഹണി റോസ് എറണാകുളം സെൻട്രൽ പോലീസിന് പരാതി നൽകി. പരാതിയിൽ 27 പേർക്കെതിരെ കേസെടുത്ത പോലീസ് വേഗത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. കുമ്പളം സ്വദേശി ഷാജിയെ രാവിലെ വീട്ടിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഹണി റോസ് കൈമാറിയ സ്ക്രീൻഷോട്ടുകൾ പരിശോധിച്ചു വരികയാണെന്നും കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും കൊച്ചി DCP അശ്വതി ജിജി പ്രതികരിച്ചു. ഇൻവെസ്റ്റിഗേഷൻ പെൻഡിംഗ് ആണ്. ദാറ്റ്സ് ഓൾ. യെസ്, ഇല്ല ഐഡന്റിഫൈ ചെയ്തു വരുന്നതേ ഉള്ളൂ. ഇല്ല, അവർ പറഞ്ഞ ആ പേരുകളാണ്, അത് നമ്മൾ നോക്കും. സ്ത്രീത്വത്തെ അവമാനിച്ച വകുപ്പിന് പുറമെ IT ആക്ട് കൂടി ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഒപ്പം ഫേസ്ബുക്കിൽ നിന്നും റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. മീഡിയ 1 കൊച്ചി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതനിൽ നിന്ന് വായ്പ തിരിച്ചുപിടിച്ച് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. വാടക ഇനത്തിൽ സർക്കാർ നൽകിയ 6000 രൂപയാണ് പിടിച്ചെടുത്തത്. ചൂരൽമല സ്വദേശി അശോകനാണ് ദുരനുഭവം. വാടക ഇനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിമാസ തുകയായ 6000 രൂപ കഴിഞ്ഞ ദിവസമാണ് അശോകന്റെ അക്കൗണ്ടിലെത്തിയത്. പണമെത്തി മിനിറ്റുകളുടെ മാത്രം വ്യത്യാസത്തിൽ സെൻട്രൽ ബാങ്ക് ഈ പണം പിടിച്ച സന്ദേശവും അശോകന്റെ മൊബൈലിൽ ലഭിച്ചു. ഈ ഒരു ക്രൂരത ചെയ്തത് വളരെ മോശമായി പോയി. എന്തോ വാടക കൊടുക്കാൻ ഇപ്പോൾ യാതൊരു നിവൃത്തിയില്ലാത്തൊരു അവസ്ഥയിലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ വാടക വന്നതും അവർ പിടിച്ചത് വളരെ ദൗർഭാഗ്യപരമായി പോയി എന്നുള്ളതാണ് പറയുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ 4 മാസം മുൻപാണ് അശോകൻ മുദ്രാ ലോൺ വഴി ഒരു ഓട്ടോറിക്ഷ വാങ്ങിയത്. ഈ ഓട്ടോറിക്ഷയും വീടുമടക്കം എല്ലാം ഉരുൾപൊട്ടലിൽ നഷ്ടമായി. നിലവിൽ കൽപ്പറ്റയിലെ വാടക വീട്ടിൽ കഴിയുന്ന അശോകന് വാടക ഇനത്തിൽ സർക്കാർ നൽകുന്ന സഹായമാണ് ബാങ്ക് പിടിച്ചെടുത്തത്. സെൻട്രൽ ബാങ്കിലാണ് ഇപ്പോൾ എനിക്ക് വാടക കയറുന്നത്. ആ വാടക കയറിയ പൈസയാണ് ഇപ്പോൾ അവർ EMI ആയിട്ട് പിടിച്ചു പോയത്. മാനേജറായിട്ട് സംസാരിച്ചപ്പോൾ മാനേജർ അതിനുള്ള വ്യക്തമായ മറുപടി തന്നിട്ടില്ല. വിവാദമാകുമ്പോൾ പിന്നാക്കം പോകുന്നുണ്ടെങ്കിലും ചില ബാങ്കുകൾ ദുരന്തബാധിതരോട് ക്രൂരത തുടരുന്നതായാണ് സമീപകാല ചിത്രം. പിടിച്ചെടുത്ത തുക ലഭ്യമാക്കിയില്ലെങ്കിൽ സമരത്തിനൊരുങ്ങുകയാണ് അശോകൻ. മീഡിയ 1 വയനാട്. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പൈനിയേഴ്സ് ഇൻ മീഡിയ പുരസ്കാരം മീഡിയ 1-ന്. മീഡിയ 1 എഡിറ്റർ പ്രമോദ് രാമനാണ് പുരസ്കാരം. 25,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജനുവരി 10-ന് കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ പുരസ്കാരം നൽകുമെന്ന് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,180 രൂപ, പവന് 57,440 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5,960 രൂപ, പവന് 47,680 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വേഗത്തിൽ പരിശോധിക്കാം. ഫാസ്റ്റ് ന്യൂസിൽ ദിവ്യ ദിവാകരൻ ഉണ്ടാകും. നമസ്കാരം.